നാട്ടുകാരുടെ മൊത്തം ആഗ്രഹം ഇതുപോലുള്ള നാറിയ ഭരണം വേണ്ട. കാണ്ടാമൃഗത്തിന് പോലും ഇത്രയും തൊലിക്കെട്ടി കാണൂല. പിണറായി വിജയൻ അതാണ് ഒരു ഉളുപ്പില്ലാത്ത മന്ത്രിയായി പോയി. നമ്മുടെ ലോകരാഷ്ട്രത്തില് ഇത്രയും വലിയ നാണം കെട്ട ഭരണം ഇത് ആദ്യമായിട്ടല്ല, ഇത് അവസാനമായിട്ടും പിണറായി സർക്കാരിന്റേതാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. സ്വർണ്ണക്കൊള്ളനും ആയിരിക്കും ഇനി അയ്യപ്പൻ എന്ന് മോട്ടിച്ചോണ്ട് പോകണമെന്ന് അറിയില്ല. അതായത് ഞങ്ങളുടെ രാഷ്ട്രപതി ഇപ്പം ശിവഗിരിയിൽ ഇന്നലെ വന്നായിരുന്നു. അപ്പൊ അതില് രാഷ്ട്രപതി നല്ല ഭയഭക്തിയോടെ ഗുരുദേവനെ തൊഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. അതില് ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഗുരുദേവന്റെ മുമ്പില് പുറകെ കയറ്റി എന്തോ ഒരു അഹങ്കാരത്തോടെയാണ് ഭഗവാനെ കാണാൻ വേണ്ടി നിന്നത്. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി വല്ലാത്ത ഒരു അവസ്ഥ. പിണറായി ഘട്ടം ഘട്ടമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീർക്കും. അത് തീർന്നേ ഈ ലോകത്തുനിന്ന് പോകും. കാരണം അയ്യപ്പനോടാണ് കളിച്ചത്. എല്ലാ കാര്യവും ചെയ്തിട്ട് അതിനുശേഷം അവർ ഇടയ്ക്ക് ചെയ്ത ഒരു പന്തളം, അവര് ഒരു ഭക്തജനങ്ങളെ വിളിച്ച് ഭക്തജനങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ കൂട്ടി എത്ര കസേര ഉണ്ടായിരുന്നു? ആ കസേരയെല്ലാം ആള് ഫില്ല് ചെയ്താണ് അവരിരുത്തിയിരുന്നത്. ആരെങ്കിലും ഉണ്ടായിരുന്നോ? പിണറായിയുടെ കള്ളത്തരങ്ങൾ അവസാനിക്കാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ഈ കട്ടപാവം തീർക്കും നമ്മൾ കേരളം ഒട്ടാകെ ഒന്നിച്ച് നിന്നുകൊണ്ട് പുറത്താക്കിക്കൊണ്ട് ഇതിന് ഈ പാവം നമ്മള് പരിഹരിക്കും. അതാണ് ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അത്രേ ഉള്ളൂ പറയാനായിട്ട്. അഴിമതി, അയ്യപ്പന്റെ സ്ഥലവും കൂടെ കട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഇപ്പം ഭരിക്കുന്ന പിണറായി വിജയന്റെ ആൾക്കാർ. ഈ പാവം ഒരിക്കലും ആവില്ല. അയ്യപ്പന്റെ കട്ടെടുത്തിട്ടുള്ളത് തിരിച്ചു തന്നെ വയ്ക്കണം. അത് എവിടെ അത് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ മരണം വരെയും പോരാടും. പാവപ്പെട്ടവരെ സ്വത്താണ് അത്. പാവപ്പെട്ടവര് കൊണ്ടുവന്ന് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കുന്ന വസ്തുവാണ് ഈ പിണറായി വിജയൻ സർക്കാർ കട്ടു നിന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇത്രയും മല കയറി ഞങ്ങൾ പോയി അയ്യപ്പനെ കാണാൻ വേണ്ടി പോണതാണ്. ആ അയ്യപ്പന്റെ വിഗ്രഹങ്ങളും ഡോറുകളുമാണ് കട്ടുകൊണ്ട് പോണത്. അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് ഇത് നിരന്തരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇനിയെങ്കിലും ഇതിനൊരു നീതി കിട്ടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്.